തൃശൂർ മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പുലർച്ചെ 2 മണിയോടെയാണ് ആന ഇറങ്ങിയത്. വാഴകളും തെങ്ങുകളും കുത്തിമറിച്ചിട്ടു. ഞങ്ങൾക്ക് ഭീഷണിയാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ മനസമാധാനമില്ല. കുറേ വരുന്നു. ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ പുറത്തുള്ള വാഴ കുത്തി നശിപ്പിച്ചു, തെങ്ങ് മറിച്ചിട്ടു. പിന്നെ റോട്ടിലൊക്കെ കുറേ കമ്പും കാലൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ്. എന്താ ചെയ്യാന്നൊരു പിടുത്തവുമില്ല. രാത്രി കിടന്നുറങ്ങാൻ പറ്റണില്ല പേടിച്ചിട്ട്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഏത് രീതിയിലാണ് പ്രദേശത്ത് കാട്ടാന ഭീതി പരത്തിയത്? നാട്ടുകാർ എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്? പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മുള്ളൂർക്കര വാഴക്കോട് തൃശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. പ്രദേശത്ത് നേരത്തെയും നിരവധി തവണ കാട്ടാനകൾ പുറത്തിറങ്ങി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ആളുകളുടെ കൃഷി നശിപ്പിക്കുകയും ഉപജീവന മാർഗങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ന് പുലർച്ചെ ആനശല്യം പ്രദേശത്ത് രൂക്ഷമായതായാണ് ആളുകൾ പറയുന്നത്, പരാതി പറയുന്നത്. വളവ് പുത്തൻപീടികയിൽ സുലൈമാന്റെ വീട്ടുവളപ്പിലേക്കാണ് ഇന്ന് രാവിലെ ആന എത്തിയത്. ഏറെ നേരം മണിക്കൂറുകളോളം ആനകൾ ഇവിടെ നിലയുറപ്പിക്കുകയും വീട്ടിലെ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും കൃഷി അടക്കമുള്ള നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് പുലർച്ചെ 6 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ എത്തി ഏറെ നേരം പണിപ്പെട്ട് ആണ് ആനയെ കാട്ടിലേക്ക് തിരികെ കയറ്റുന്നത്. നിരന്തരമായി തൃശൂർ ജില്ലയുടെ വിവിധ മേഖലകളിലായി ആനശല്യം അതിരൂക്ഷമായിരിക്കുന്ന സമയമായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ അതിശക്തമായ മഴയെ തുടർന്ന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിലും ഓരോ മേഖല ഇടവിട്ട് ഈ മഴ മാറി നിന്നതോടെ വിവിധ പ്രദേശങ്ങളിലായി ആനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നു എന്നുള്ളതാണ് പരാതി. വേണ്ട വിധത്തിലുള്ള നടപടികൾ ഇത്രയേറെ ആനശല്യം രൂക്ഷമായിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഗൗരവത്തിൽ വിഷയങ്ങളെ കാണുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ ആന ഇറങ്ങി ചേലക്കരയിൽ പ്രദേശങ്ങളിൽ ആന ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ എത്തിയാണ് ആനകളെ തിരികെ കാട്ടിലേക്ക് അയച്ചത്. ലെവിൻ, വ്യക്തമാണ്. തൃശൂർ മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. പുലർച്ചെ 2 മണിയോടെയാണ് ആന ഇറങ്ങിയത്.